ഹലോ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പെയിൻറ്റിങ് ടിപ്സാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് എൻ്റെ തന്നെ ഒരു ആക്റ്റീവ സ്കൂട്ടറായിരുന്നു. അതിലേക്ക് എൻ്റെ തന്നെ സൈക്കിള് ഒന്ന് മറിഞ്ഞാടിയാണ് ഇതിലെ പെയിൻറ്റ് പോയത്. ശരിക്കും പെയിൻറ്റ് പോയിട്ടുണ്ട്, അതുപോലെ ചെറിയ ഒരു ചളക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതെങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാം, അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് സ്പ്രേ പെയിൻറ്റിംഗ് അല്ല, നമ്മൾ ബ്രഷ് കൊണ്ട് തന്നെ ടച്ചപ്പ് ചെയ്ത് സാൻഡ് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഇതിൻ്റെ ഈ സൈഡ് ഗാർഡ് എടുത്ത് മാറ്റണം. അതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ട് ഒരു 1500 സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ചെറുതായിട്ട് ആ പെയിൻറ്റ് പോയ ഭാഗം മാത്രം ഒന്ന് സാൻഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ അതിൻ്റെ സൈഡിലുള്ള ഭാഗത്തോടെ ചെറുതായിട്ടൊന്ന് സാൻഡ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ശരിക്കും ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ബോഡി ഫില്ലർ, പുട്ടി എന്നൊക്കെ പറയും, ബോഡി ഫില്ലർ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വളരെ കുറച്ച് മതി. ബോഡി ഫില്ലറിന് വലിയ വിലയൊന്നുമില്ല, ഒരു 50 രൂപ 60 രൂപയൊക്കെ താഴെ വരുള്ളൂ ചെറിയ ബോട്ടിലിന്. അത് തന്നെ ഒരുപാടുണ്ട്, നമുക്ക് ഒരു ലേശം മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ശരിക്കും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ശരിക്കും ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ശരിക്കും ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 600 സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ നന്നായി സാൻഡ് ചെയ്യുക. ഈ 600 സാൻഡ് പേപ്പർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും സാൻഡായിട്ട് വരാനായിട്ട്. നമ്മളിവിടെ 600 സാൻഡ് പേപ്പർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 220-ഒക്കെയാണ് ശരിക്കും ഇവിടെ ഉപയോഗിക്കേണ്ടത്. 220 അല്ലെങ്കിൽ 320 സാൻഡ് ചെയ്യാൻ ഇവിടെ ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഈ 220-ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൈഡിലുള്ള പെയിൻറ്റ് കൂടി കട്ടായി പോകും. അതുകൊണ്ടാണ് 600 സാൻഡ് പേപ്പർ ഉപയോഗിക്കുന്നത്.
ഇപ്പോൾ 600-ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ശരിക്ക് ലെവലാവുന്ന വരെ നമ്മളത് സാൻഡ് ചെയ്യണം. ഇടയ്ക്ക് നമ്മുടെ ഫിംഗർ വെച്ച് നോക്കണം ശരിക്ക് ലെവലായോ എന്ന്. അപ്പോൾ എന്തെങ്കിലും കുഴിയൊക്കെ പിന്നീടും ഉണ്ടാവുകയാണെങ്കിൽ, കുഴിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബോഡി ഫില്ലർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നുകൂടി സാൻഡ് ചെയ്യണം. അങ്ങനെ ശരിക്കും സാൻഡ് ചെയ്ത് ലെവലാവണം. ലെവലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് പ്രൈമർ ബ്രഷ് കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു 1-2 കോട്ടിങ് കൊടുത്ത് അത് ശരിക്കും ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുക. ഈ പ്രൈമറൊക്കെ പെട്ടെന്ന് ഉണങ്ങും. 1 മണിക്കൂർ ഒന്നും വേണ്ട, അരമണിക്കൂർ കൊണ്ട് തന്നെ ഉണങ്ങും. ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ ഒരു 1000-ൻ്റെയൊക്കെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് സാൻഡ് ചെയ്ത് കൊടുക്കുക.
ലെവലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് പെയിൻറ്റ്, ഒരു 2-3 തുള്ളി പെയിൻറ്റ്, പി യു പെയിൻ്റ് എന്നാണ് ഇതിന് പറയണത്. 50 ml ഒക്കെ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ആക്റ്റീവയുടെ ബ്ലാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റ് കടകളിൽ, ഓട്ടോമോട്ടീവ് പെയിൻറ്റുകൾ കൊടുക്കുന്ന കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൂസായിട്ട് 50 ml ഒക്കെ ആയിട്ട് വാങ്ങാൻ കിട്ടും. അത് ഒരു 2-3 തുള്ളി ഒഴിച്ച്, കുറച്ച് ഒരു തുള്ളി ഹാർഡനറും പിന്നെ ഒരു 2 തുള്ളി തിന്നറും, പി യു തിന്നർ തന്നെ യൂസ് ചെയ്യണം. ഇത് മൂന്നും കൂടി ശരിക്കും മിക്സ് ചെയ്തിട്ട് ബ്രഷ് കൊണ്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ തേച്ച് കൊടുത്ത് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്ത് ഒരു ദിവസം വേണം അത് ഉണങ്ങാൻ ശരിക്കും. ഈ പെയിൻറ്റിൻ്റെ ഒരു ക്യൂറിങ് സമയം എന്ന് പറഞ്ഞാൽ ഒരു 24 മണിക്കൂറെങ്കിലും വേണം ശരിക്കും ഉണങ്ങാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സാൻഡ് ചെയ്യാനുള്ള, ഇനി സാൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഇത് ശരിക്കും ഉണങ്ങണം. അപ്പോൾ ഒരു നമ്മൾ ബ്രഷ് കൊണ്ട് ടച്ചപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത എന്തെങ്കിലും വർക്ക് അതിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മളൊരു ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോൾ ശരിക്കും ഉണങ്ങിയിട്ടുണ്ടത്. ഇത് നമുക്കൊരു 1500 അല്ലെങ്കിൽ 1500 പേപ്പർ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സാൻഡ് ചെയ്ത് നമ്മുടെ പഴയ പെയിൻറ്റും പുതിയ പെയിൻറ്റുമായിട്ട് ശരിക്കും ബ്ലെൻഡ് ആവുന്ന രീതിയിലേക്ക് ശരിക്കും സാൻഡ് ചെയ്തെടുക്കുക. കുറച്ച് സമയം അധികം എടുക്കും ബ്ലെൻഡായി വരാനായിട്ട്. ഇതിൽ ചിലപ്പോൾ പെയിൻറ്റ് കറക്റ്റായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ശരിക്കും ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ശരിക്കും ബ്ലെൻഡായി, കണ്ടോ? ഇപ്പോൾ ശരിക്കും ബ്ലെൻഡായിട്ടുണ്ട്. ഇനി നമുക്കൊരു പോളിഷിംഗ് കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലൊരു പോളിഷ് ചെയ്യാനായിട്ട് കോട്ടൺ പേസ്റ്റ്, ഒരു വൈറ്റ് കോട്ടൺ പേസ്റ്റ് ഇതുപോലെ എടുത്തിട്ട് സർക്കുലർ മോഷനിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ശരിക്കും പോളിഷ് ചെയ്യുക. ഇതുപോലെ കുറച്ച് സമയം എടുക്കുകയുള്ളൂ. ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് താഴെ എടുക്കുകയുള്ളൂ. ഇതുപോലെ ശരിക്കും ഒന്ന് സർക്കുലർ മോഷനിൽ ഇതുപോലെ ശരിക്കും പോളിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കണോ. ഇതാണ്, ഇതുപോലെ വരും. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് സാൻഡ് ചെയ്യാനുള്ള സമയമാണ്. സാൻഡ് ചെയ്യാനുള്ള സമയവും പിന്നെ ഈ പെയിൻറ്റ് ഉണങ്ങാനുള്ള സമയവും. അപ്പോൾ എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നേ ഉള്ളൂ. കണ്ടോ, ഏറ്റവും അടുത്ത് പോയി നിന്നാൽ പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ടച്ചപ്പ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, വീഡിയോ ഇവിടെ തീരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.